കോഴിക്കോട് കൊടുവള്ളിയിൽ വിവാഹ സംഘം സഞ്ചരിച്ച ബസ്സിനു നേരെ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണം. ബസിന്റെ ചില്ല് തകർക്കുകയും പന്നിപ്പടക്കം എറിയുകയും ചെയ്തു. ബസിന്റെ നേരെ എറിഞ്ഞ പടക്കങ്ങളിലൊന്ന് പെട്രോൾ പമ്പിലേക്ക് വീണെങ്കിലും പൊട്ടാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. കൊലക്കേസ് അടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആട് ഷമീറും സംഘവും സംഭവത്തിൽ പിടിയിലായി. കുളവയിൽ അസീസ്, അജ്മൽ എന്നിവരാണ് പിടിയിലായ മറ്റു രണ്ടുപേർ. കൊടുവള്ളി വെണ്ണക്കാട്ടായിരുന്നു സംഭവം. ഇവിടെയുള്ള കല്യാണ മണ്ഡപത്തിൽ വിവാഹത്തിനായി എത്തിയ ആളുകളെ ഇറക്കിയ ശേഷം വാഹനം തിരിക്കാനായി പോകുന്നതിനിടെ സ്ഥലത്ത് ഗതാഗതക്കുരുക്ക് ഉണ്ടായി. ഇതിൽ അസ്വസ്ഥരായ ഷമീറും സംഘവും കാറിൽ ബസ് ഉരസി എന്നാരോപിച്ച് ബസ് ജീവനക്കാരോട് തട്ടിക്കയറി. ബസിന് മുന്നിൽ കാർ നിർത്തിയിട്ട സംഘം ചില്ലടിച്ച് തകർത്ത ശേഷം പടക്കമെറിയുകയും ചെയ്തു. എറിഞ്ഞ 2 പടക്കങ്ങളിലൊന്ന് അടുത്തുള്ള പെട്രോൾ പമ്പിന് സമീപം വീഴുകയും വലിയ ശബ്ദത്തോടെ പൊട്ടുകയും ചെയ്തു. പമ്പിനകത്ത് വീണ പടക്കം പൊട്ടാത്തതിനാൽ വൻ അപകടം ഒഴിവായി. ബസ് പമ്പ് വഴി ഇരിക്കുന്ന സമയത്ത് ഒരു 4 പേര് വന്ന് ബസ്സിലുള്ള ക്ലീനർ തല്ലുകയും പിന്നെ ആ ഒരു ചെറിയൊരു സംഘർഷത്തിൽ ചെറിയൊരു 3 തോട്ട പോലത്തെ ഒരു ബോംബ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് റോഡ് മേൽ കയറിയും ഒന്ന് പമ്പിൽ എത്തി, ഭാഗ്യവശാല പൊട്ടിയിട്ടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ, സംഘർഷാവസ്ഥ നിലവിൽ ഇവിടെ നടന്നു. സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട സംഘത്തെ മടവൂർ മുക്ക് എന്ന സ്ഥലത്ത് വെച്ച് കാർ തടഞ്ഞ് ബലപ്രയോഗത്തിലൂടെ പോലീസ് കീഴടക്കി. ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണത്തിൽ 3 പോലീസുകാർക്ക് പരിക്കേറ്റു. സലിം വധക്കേസ്, കൊടുവള്ളിയിലെ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയ കേസടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് മുഖ്യപ്രതിയായ ആട് ഷമീർ. സംഘം സഞ്ചരിച്ച കാറിൽ നിന്ന് കത്തി, വടിവാൾ, പടക്കം എന്നിവ കണ്ടെടുത്തു. ന്യൂസ് 18 കോഴിക്കോട്.